എല്ലാവർക്കും നമസ്കാരം. ദ സ്കൂൾ ഓഫ് സക്സസ് ബൈ റോഷ്നി മേനോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്ടർ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, വാട്ടറിൻ്റെ ആദ്യത്തെ ഒരു മെത്തേഡ് പറഞ്ഞപ്പോൾ ഇത് പല ടൈപ്പ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് പറയുന്നത് വാട്ടർ മാനിഫെസ്റ്റേഷൻ മെത്തേഡിൻ്റെ ഒരു ടൈപ്പാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിൻ ഗ്ലാസും ഒരു വാട്ടർ ബോട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതിന് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ 3/11 മെത്തേഡ് എന്നാണ് പറയുക. അതായത് ഡെയിലി 3 നേരം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് 11 ദിവസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്കൊരു ഗോൾ വെക്കണം. ആ ഗോള് അച്ചീവ് ചെയ്തു എന്നുള്ളൊരു അഫർമേഷൻ നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, ഞാൻ ഓൾറെഡി നല്ലൊരു ലവിങ് റിലേഷൻഷിപ്പിലാണ്, താങ്ക് യു യൂണിവേഴ്സ്. ഞാൻ ഓൾറെഡി 50,000 രൂപ വെച്ച് മാസം സമ്പാദിക്കുന്നുണ്ട്, താങ്ക് യു യൂണിവേഴ്സ്. ഈ പറയുന്ന ഇങ്ങനെ നിങ്ങളുടെ എന്താണോ ആഗ്രഹം അത് നിങ്ങളൊന്ന് കസ്റ്റമൈസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം കുടിക്കാൻ എടുക്കുമല്ലോ, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ നമ്മൾ വെള്ളം കുടിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലൊരു ഗ്ലാസ്സിലെടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ഈ വാട്ടർ ബോട്ടിലിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിക്കുക. ഓക്കെ, കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് സിപ്പ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കുടിക്കുക. കുടിക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കുടിക്കണം? ഈ ഒരു അഫർമേഷൻ പറഞ്ഞുകൊണ്ട് കുടിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ 3 നേരം നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഓരോ തവണയും നിങ്ങൾ ഈ ഒഴിക്കുന്ന വെള്ളം കുടിക്കുക. കുടിച്ചതിന് ശേഷം പിന്നെ എന്താ പറയുക, ഒരു ഉച്ച സമയമാകുമ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ അടുത്തത് വെള്ളം കുടിക്കാൻ നേരത്ത് ഇത് വീണ്ടും കുടിക്കുക, അഫർമേഷൻ പറഞ്ഞുകൊണ്ട് കുടിക്കുക. അതുപോലെ വൈകുന്നേരം ആകുമ്പോഴും ഈ ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ വെള്ളം എടുക്കുക, ഈ ഒരു കാര്യം ഓർക്കുക. അതിന് ശേഷം ഇത് ഇങ്ങനെ കുടിക്കുക. എന്നിട്ട് ആ ഒരു ഫീലിങ്സ് വരണം അല്ലേ. നമ്മളെപ്പോഴും പറയുന്ന പോലെ വാട്ടർ ഹാസ് ഇമോഷൻസ്, വാട്ടറിന് ഇമോഷൻസ് ഉണ്ട്. നമ്മളത് പോസിറ്റീവായിട്ട് പറയുമ്പോൾ അത് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് മനസ്സിൽ വയ്ക്കുക. ആ ഒരു വിശ്വാസത്തോടുകൂടെ നമ്മൾ എന്ത് കാര്യവും വിശ്വാസത്തോടുകൂടെ ചെയ്യുമ്പോൾ മാത്രമേ അത് ബലിക്കുള്ളൂ. നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് കാര്യമില്ല. ആ ഡോക്ടർ നമ്മുടെ അസുഖം മാറ്റും എന്നുള്ളൊരു വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് കാര്യം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്. ഓക്കെ, ഈ ഇന്ന ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് പറയുന്നൊരു വിശ്വാസം നമുക്കുണ്ട്. ആ വിശ്വാസം നമുക്ക് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എത്ര പ്രഗത്ഭനായൊരു ഡോക്ടറെ എന്നിട്ടും കാര്യമില്ല. ഓക്കെ, ആ വിശ്വാസം നമുക്കാണ് വേണ്ടത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ഉപദ്രവം ആർക്കും ചെയ്യാത്തൊരു കാര്യമാണ് അല്ലേ. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള വഴികളാണ് നമ്മൾ തേടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കാൻ ഈ വെള്ളത്തിന് സാധിക്കുമെങ്കിൽ അത് വളരെ നല്ല കാര്യമല്ലേ. വളരെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കാശലോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അത് ആ ഒരു എന്താ പറയുക, ആ ഒരു ഓപ്ഷൻ നമ്മൾ നന്നായി യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 3 നേരം ഇതുപോലെ ചെയ്ത് നോക്കുക. 11 ദിവസം ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളിലേക്ക് ഈ ഗോള് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വലിയ ഗോള് വയ്ക്കാതെ, അതായത് ഒരിക്കലും നടക്കില്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്ന വലിയ ഗോൾസ് ഉണ്ടാവും അല്ലേ. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതനുസരിച്ചാണ്. ഓക്കെ, നമ്മുടെ മനസ്സിലാണ് ഈ ഒരു വലിപ്പവും കാര്യങ്ങളൊക്കെ വരണത്. അപ്പോൾ ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഗോൾ ആദ്യം വയ്ക്കുക. അത് നടന്നു കഴിയുമ്പോൾ ചെറുതിൽ നിന്ന് നമ്മൾ തുടങ്ങുക. അത് നടന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനേക്കാൾ ഇത്തിരി കൂടെ കൂടിയ ഒരു ഗോളൊന്ന് വയ്ക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിനെ ശക്തി കൂട്ടാനായിട്ട് അതേ വഴിയുള്ളൂ. അല്ലെ, നമ്മൾ ഫസ്റ്റ് തന്നെ വലിയൊരു ഗോൾ വയ്ക്കുമ്പോൾ നമുക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ അത് നടക്കും. പക്ഷേ ആ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ നമുക്ക് തോന്നും ഓക്കെ, ഈ ഒരു മെത്തേഡ് എനിക്ക് വർക്ക് ആവണില്ല എന്ന് തോന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും അതായത് നമുക്ക് പലതരം ഗോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും മിനിമം ആയിട്ട് നിൽക്കുന്നൊരു ഗോൾ എടുക്കുക, അത് നടക്കുന്നതായിട്ട് ഒന്ന് സങ്കല്പിക്കുക, അത് അഫേം ചെയ്തുകൊണ്ട് ഈ വെള്ളം കുടിക്കുക. ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള വഴികൾ തെളിഞ്ഞു വരും എന്നാണ് പറയുന്നത്. ആക്ഷൻ എടുക്കണം. ആ വഴികൾ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആക്ഷൻ എടുക്കണം. ഓക്കെ, നമ്മുടെ ജീവിതം മാറ്റാൻ നമ്മളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതിനിപ്പോൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ വഴി ആയിക്കോട്ടെ, ഏത് മെത്തേഡ് വഴി ആയിക്കോട്ടെ, നമ്മുടെ ലൈഫ് മാറണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മൾ തന്നെ ആക്ഷൻ എടുക്കണം. ആരും വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ നോക്കിയിരിക്കരുത്. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മുടെ കഴിവ് തിരിച്ചറിഞ്ഞ് നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ ഡ്രീം കാണാനുള്ളത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് ആർക്കും ആ ഡ്രീം കാണാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ്, ഈ ഒരു വാട്ടർ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നടന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അടുത്ത വീഡിയോ ദിസ് ഈസ് റോഷ്നി മേനോൻ സൈനിങ് ഓഫ്.